ഈയിടെ ഞാൻ പത്രത്തിൽ വായിച്ച ഒരു ആർട്ടിക്കിളിൻ്റെ ആദ്യത്തെ 2 ലൈൻ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ മറ്റൊരാളുടെ ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ മൂലം മറ്റൊരാൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണിത് നമ്മളോട് ചോദിക്കുന്നത്, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന്. അപ്പം ഈ 2 വാക്കുകളെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ വേറെ ഒരു വാർത്തയിലേക്ക് പോവാം. ഏതാണ്ട് കുറച്ച് ഡേയ്സിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ്, അതായത് മേളിൽ നിന്ന് താഴത്തെ ടെറസിലേക്ക് വീണിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ സാഹസികമായി രക്ഷപ്പെടുന്ന ഒരു വീഡിയോ. ഒരു അയൽക്കാരൻ കയറിയിട്ട് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നു, വലിയ പരുക്കൊന്നും ഇല്ലാണ്ട്. അത് ആ കുട്ടി ഒരു പോറൽ പോലും എടുക്കേണ്ട ആ കുട്ടി രക്ഷപ്പെടുന്നു. അത് നമ്മളൊക്കെ കണ്ട ഒരു വീഡിയോ ആണ്. എന്നിട്ട് ആ ന്യൂസ് നമ്മൾ കണ്ട ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ കേട്ട അടുത്ത ഒരു അപ്ഡേഷൻ എന്തോന്നറിയാമോ? അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തിരിക്കണു. അതെന്തിനാണ് കുട്ടി രക്ഷപ്പെട്ട അമ്മ ആത്മഹത്യ ചെയ്യണത്? ഈ ഒരു സംഭവത്തിന് ശേഷം ഈ വീഡിയോ വൈറലായി നമ്മളൊക്കെ കണ്ടതുപോലെ തന്നെ ഒരുപാട് പേര് കണ്ടു. അതിന് ശേഷം സൈബർ ലോകത്ത് ഓൺലൈനിലായാലും ഓഫ്ലൈനിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും അയൽക്കാരെല്ലാവരും ചേർന്ന് അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞ് അവരെ ഡിപ്രഷൻ്റെ ലോകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനിടയ്ക്കാണ് അവർ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്തത്. ഏതോ ഒരു സമയത്ത് വീട്ടിലുള്ളവരുടെ കൺവട്ടത്തു നിന്ന് മാറിയ സമയത്താണ് അവർ ആത്മഹത്യ ചെയ്തത്. നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും, നമ്മളൊന്നും അതിനൊന്നും കാരണക്കാരായിട്ടില്ലോ എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഏതെങ്കിലുമൊക്കെ പോസ്റ്റുകളോ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് എങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ പോയിട്ട് ആർക്കെങ്കിലുമൊക്കെ എതിരെ എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് നമ്മൾ ബിഗ് ബോസ് പോലൊരു ഷോ, ആ ഷോയിൽ പല ആൾക്കാരും, ഞാൻ പേരെടുത്തൊന്നും ആൾക്കാരെ പറയുന്നില്ല, അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്കും എടുത്ത് പിടിച്ചുകൊണ്ട് രാവിലെ ഓരോ യൂട്യൂബിൽ ആൾക്കാർ ഇറങ്ങിയിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവരുടെ അല്ലെങ്കിൽ അയൽക്കാരടുത്തോ ചുറ്റോടുള്ള ആൾക്കാരടുത്തോ ഒക്കെ ചോദിച്ചതിന് ശേഷം അതിൻ്റെ വീഡിയോസ് അവർ FBയിലോ അല്ലെ യൂട്യൂബിലോ ഷെയർ ചെയ്തിടുന്നു. അതിൻ്റെ താഴെ വന്നിട്ട് ഈ പറയുന്ന ആൾക്കാരെന്ന് ഇതുമായിട്ട് ഒരു ബന്ധമുള്ളവരോ നേരിട്ട് അറിയുന്ന ഒന്നും ആവില്ല, ഏതെങ്കിലുമൊക്കെ ആൾക്കാർ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ കമൻറ്റ്. ഈ മോശം കമൻറ്റ് ഇടുമ്പോൾ ഈ കമൻറ്റ് ഇടുന്നത് കൊണ്ട് ഒരു ഗുണവും പ്രത്യേകിച്ച് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിനിങ്ങനെ നെഗറ്റീവ് കുറേ കമൻറ്റ്സ് വരുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ വായിച്ച ആൾക്കാരുടെ ഇങ്ങനെ റീച്ച് കൂടുമെന്നല്ല, ഒന്നുമില്ല. അതിന് ഒരു മോശം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെക്കാൾ തരം താഴ്ന്ന ഒരു മോശം കമൻറ്റ് അതിൻ്റെ റിപ്ലൈ ആയിട്ട് വരുന്നു. ഇങ്ങനെ പോയിട്ട് വ്യക്തിഹത്യ നടത്തപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്തിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ഡയലോഗാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങൾ മൂലം ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇനി അതല്ല, രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ മൂലം ഒരാൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഈ ഒരു ചോദ്യവും നമ്മളോട് ചോദിക്കണം. ഏതെങ്കിലും ഒരാൾ, ഇപ്പം നമുക്ക് ചിലപ്പോൾ ചില ഫോൺ കോൾ വരുമ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും എല്ലാവരും തിരക്കിലാണ്. പലപ്പോഴും ഒരു ഫോൺ കോൾ വരുമ്പോൾ നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ആളാവണമെന്നില്ല, ചിലപ്പോൾ നമ്മളെ ആ വ്യക്തി എത്ര ട്രസ്റ്റ് ചെയ്യുന്നു നമുക്കറിയില്ല. എടാ എനിക്കൊന്ന് സംസാരിക്കണം പറഞ്ഞ് 2-3 വട്ടം വിളിക്കുന്ന ആ കോള് കട്ട് ചെയ്ത് പോയിട്ട് ഒരു 2-3 ദിവസത്തിന് ശേഷം ഇതേ ആൾക്കാരെ മരണം കേൾക്കുമ്പോൾ പലയിടത്ത് നമ്മൾ അയ്യോ എന്നെ കോള് വിളിച്ചേലേ, എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ. നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് എന്ത് കാര്യമാണെന്നൊന്നും നമ്മളറിയില്ല, ആ വ്യക്തിക്ക് നമ്മളിൽ എത്ര ട്രസ്റ്റ് ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഒരാൾക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കാൻ പറ്റാണ്ട്, ഇപ്പം ഒരു ആത്മഹത്യ ചെയ്യുന്ന ഏതൊരാൾക്കാരും ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്ക്, ഈ കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൻ്റെ പേര്, ഇപ്പോൾ മൊബൈൽ കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ TV കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ പെട്ടെന്നുണ്ട പ്രകോപനത്തിൻ്റെ പേരിൽ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യാം. പക്ഷേ വലിയ ആൾക്കാർ ആത്മഹത്യ ചെയ്യാമെന്ന് വെച്ചാൽ അവർ അത്രയേറെ പ്രഷർ വരുന്ന സമയത്ത് ഒരുപാട് വഴികൾ നോക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്തായാലും ആത്മഹത്യ ചെയ്തോളാം പറഞ്ഞല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഏതെങ്കിലുമൊക്കെ പ്രഷർ, ഇപ്പോൾ ചിലപ്പോൾ തീരാത്ത കടത്തിൻ്റെ പേരിലാവാം, ചിലപ്പോൾ ഇതുപോലെ സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ ദിവസങ്ങളോളം അവർ കരഞ്ഞ് സങ്കടപ്പെട്ട് നരകിച്ച് ചുറ്റുവട്ടത്തൊക്കെ ഒരു പിടിവള്ളിക്ക് വേണ്ടി, ഒരു വാക്കിൻ്റെ രൂപത്തിലാവട്ടെ, ഒന്ന് കേട്ടിരിക്കുക ഒരാളെ രൂപത്തിലാവട്ടെ, ഒരു ആശ്വാസം കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചുറ്റുവട്ടത്തും കിടന്ന് അവർ ഓടുന്നുണ്ടാവും ആ ആത്മഹത്യയിലേക്ക് അവരെത്തുന്നതിന് മുമ്പ്. ചിലപ്പോൾ അതിൽ ഒരു പരിചയമില്ലാത്ത ഒരാളായാൽ പോലും അവർ ഒരു പിടിവള്ളി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വഴി കാണുന്നത്. എനിക്കിപ്പോൾ ചിലപ്പോൾ ഒക്കെ ടെൻഷൻ വരുന്ന സമയത്ത് വഴിയിലൊക്കെ വെച്ചിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ, മോശം ആറ്റിറ്റ്യൂഡൊക്കെ ചിലയിടത്തുണ്ടാവും. എനിക്ക് പെട്ടെന്ന് വെപ്രാളം വരും.
കാരണം ഇങ്ങനെ എന്തോ ഒരു വെപ്രാളം പോലെ വരുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു ലേഡീസ് നിൽക്കുന്ന ഒരു ഷോപ്പിൽ എവിടെയെങ്കിലും പോയിട്ട് ഓടിപ്പോയിട്ട് ചേച്ചി ഞാൻ ഒരു 5 മിനിറ്റ് നിന്നോട്ടെ ചേച്ചി എനിക്കൊരു കാര്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വലിയ കാര്യമായിരിക്കും ഞാൻ ഒന്ന് അവരോട് പറയും ചേച്ചി ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇനി ഞങ്ങൾക്ക് ടെൻഷൻ പോലെ വരുന്നു ഞാൻ ഒന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് ഇരുന്നോട്ടെ എനിക്കിതിരി വെള്ളം താന്നുകൊണ്ട് ഞാൻ ഓടി പല ഷോപ്പുകളിൽ ചെന്ന് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പരിചയം അവരുണ്ടായിട്ടല്ല. അപ്പോൾ അതേ ആൾക്കാർ പറയില്ല ഇങ്ങനെ ഇന്ന വഴികളൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ അവസ്ഥ വന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെ പരിചയത്തിലേക്ക് ഇതുപോലെ അവസ്ഥ വന്നപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ അവസ്ഥ, നമ്മളങ്ങനെ ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറയും. ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും എന്നാൽ പിന്നെ ഇതാണ് പ്രശ്നം, ഞങ്ങൾ പോയി ഞങ്ങൾ ഇന്ന ആളതിന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നൊന്നും എല്ലാവരും പറഞ്ഞു തരുന്ന, നമുക്ക് അതിനെ സമാധാനപ്പെടുത്തി ഒരു പറഞ്ഞു തരാനൊരാളാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ നമുക്കറിയുന്ന ആൾക്കാർ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു പിടിവള്ളിക്കായിട്ട് ഒരുപാട് വിട്ട് ഓടിയിട്ടുണ്ടാവുമോ? ഏതെങ്കിലുമൊക്കെ ആൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറുതെ ഫോൺ വിളിച്ചിട്ട് എനിക്ക് ടെൻഷൻ വരുമ്പോൾ മുമ്പുണ്ടായിരുന്നൊരു കാര്യമാണ്, എൻ്റെ ഫോണിൽ എനിക്ക് ഇന്ന ആളെ നമ്പറിൽ തന്നെ എപ്പോഴും വിളിക്കണമെന്ന് വരില്ല, ആൾ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഞാനപ്പോൾ ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് 5 മിനിറ്റ് എന്തെങ്കിലും ഒരു കാര്യം ഹലോ സുഖമാണ് എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് സംസാരിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് എൻ്റെ മൈൻഡ് സ്കിപ്പ് ചെയ്തെടുക്കാൻ ഞാൻ നോക്കാറുണ്ട്. ആ ഒരു ഫോൺ കോളെങ്കിലും ആ സമയത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തകർന്ന് ചിലപ്പോൾ അടുത്ത സെക്കൻഡ് എനിക്ക് മരിക്കാൻ തോന്നുമെന്ന് ചിന്തിച്ച് പോയ അവസരങ്ങൾ ഉണ്ടായിട്ട്. ഞാൻ എൻ്റെ വളരെ കുട്ടി ആയിരുന്ന പ്രായത്തിലും വളരെ മുതിർന്നതിന് ശേഷവും ഞാൻ 2 പ്രാവശ്യം ഞാൻ സൂയിസൈഡിന് വേണ്ടി ശ്രമം നടത്തിയ ആളാണ്. ആദ്യത്തെ പ്രാവശ്യം എനിക്കുണ്ടായ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഒരു പ്രകോപനത്തിൻ്റെ പേരിലാണ് ഞാൻ ആത്മഹത്യയുടെ വഴിയിലേക്ക്. പക്ഷേ 2ാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് തോന്നിയ സമയത്താണ് ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയത്. പക്ഷേ 2 സക്സസ് ഒന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ ചേച്ചി എപ്പോഴും പറയാറുണ്ട്, ഇല്ല എന്നെക്കൊണ്ട് ഏതെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തും. കാരണം ഈ ലോകത്ത് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു വെച്ചിരിക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തു, നമ്മളുടേതെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ദ്രോഹിക്കുന്ന ഒരാളിലേക്ക് എത്തിപ്പെടും. നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇറങ്ങുന്ന പുതിയ പാട്ടുകളാവട്ടെ, പുതിയ കാഴ്ചകളാവട്ടെ, പുതിയ യാത്രകളാവട്ടെ, എല്ലാം നമുക്ക് മിസ് ചെയ്യും. പിന്നെ നമുക്ക് ഒരിക്കലും നമ്മളേതായിട്ട് ലോകത്തേക്ക് വരാനേ പറ്റില്ല. അപ്പോൾ നമ്മുടേതായ ഒരു കഴിവും കൊണ്ടല്ല നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ മരണത്തിന് നമ്മൾ എന്തിനാണ് പോയിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിൽ ഒരു കമൻറ്റ് നമ്മൾ ഇടുന്നത്? അതുകൊണ്ട് നമുക്കെന്ത് ഗുണമാണ് കിട്ടുക? ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നവരാവട്ടെ, അതല്ലെങ്കിൽ ഇതിൽ പബ്ലിക് പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്ന ഒരാളാവട്ടെ, ഒരു സിനിമാ താരമാവട്ടെ, ഒരു സെലിബ്രിറ്റി എന്തോ ആവട്ടെ, ചെന്ന് അവിടെ ഇടുമ്പോൾ എന്താണ് ഉണ്ടാവുക? അതുപോലെ ഓരോ സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരൊക്കെ സ്ഥാനങ്ങളല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പെരുമാറുമ്പോൾ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നവരുണ്ട്. ഞാനേതോ സ്ഥാനത്തിരിക്കുന്ന എനിക്കെന്തോ പ്രത്യേകത കൊണ്ടാണ്, എനിക്കെന്തോ ആവാവുന്ന രൂപത്തിൽ അങ്ങനെ പെരുമാറുന്ന ഓരോ ആൾക്കാരുണ്ട്. അവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്ഥാനം തന്നേല, നിങ്ങളല്ലെങ്കിൽ വേറെ ഒരാൾ നാളെ ഈ സ്ഥാനത്തെത്തും. അപ്പോൾ അതേ ആൾക്കാർക്ക് ഇതേ ബഹുമാനം കിട്ടി ഇത്രയും ആൾക്കാർ അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു അവസരമാണ്. ഇത്രയും ആൾക്കാരുടെ ഇഷ്ടം നിങ്ങൾക്ക് ഉണ്ടായി, ഇത്രയും ആൾക്കാരുടെ ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടി, ഇത്രയും ആൾക്കാരെ നിങ്ങൾ പ്രിയപ്പെട്ടവരായിട്ട് കരുതുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്പോയിൽ ചെയ്യാതിരിക്കുക. അടി കൂടാതെ കുഞ്ഞൻ കയറ്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ആൾക്കാരെടുത്ത്. ഇവിടെ തന്നെ ഇപ്പോൾ ചെറിയൊരു ഇഷ്യൂ, അതായത് ഞാൻ വളർത്തുന്ന 2 പൂച്ചക്കുട്ടികൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഒരാളെ ഇഷ്ടമല്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. ഞാനിവിടെ എന്തോന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആകും. പക്ഷേ ഞാൻ ഇവിടെ ആരെങ്കിലും വിളിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ പുറച്ച തമ്മിൽ അടിയാകും. ഒരാൾ, അതിൽ കൂടുതൽ ആരോഗ്യമുള്ള ആൾ മറ്റേ ആളിനെ എടുത്തിട്ട് അടിച്ച് വലിച്ച് കീറി മുറിവ് ഉണ്ടാക്കി വെച്ചിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ്. നമ്മൾ ഓരോ ആൾക്കാരും ഏതോ ഒരാളോ ആവട്ടെ നമ്മളിപ്പോൾ നിരന്തരം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലപ്പം ഓൺലൈനിലൊരു മെസ്സേജ് രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഫോൺ കോൾ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ നേരിട്ടൊന്ന് സംസാരിക്കുന്ന എനിക്കൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് കാണാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുണ്ടോ, ഒന്ന് പോയി കാണുന്നുണ്ടോ, അവർക്ക് പറയാനുള്ള കേൾക്കുന്നുണ്ടോ, നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളടുത്ത് ഒരാൾ പറയുമ്പോൾ ഒരു സങ്കടം പറയുമ്പോൾ ഇതിലും വലുത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ക്ലീഷേ ഡയലോഗ് പറയാണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാൻ ശ്രമിക്കുക. ക്ലീഷേ ഡയലോഗ് അല്ല ആർക്കും ആവശ്യം. ക്ലീഷേ ഡയലോഗ് കേട്ടുകൊണ്ട് പോയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആരുമില്ല. ആ ഒരു സമയത്തൊന്ന് കേട്ടിരിക്കുക, അവർക്ക് ആ ഭാരം ഇറക്കി വെക്കുക, ഒരാളാവുക എന്നുള്ളതാണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണുമ്പോൾ എല്ലാ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിപ്പോയിട്ട് ഇങ്ങനെ വ്യക്തിഹത്യ രൂപത്തിൽ നമ്മളൊരാളെ ബുള്ളി ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും രൂപത്തിലാകുന്നുണ്ടോ ഒന്നും ഒരു ഗുണവും ഉണ്ടാവില്ല. നമ്മളൊന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, നമ്മളെ മൂലം മറ്റൊരാൾ ചിരിക്കേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ മൂലം മറ്റൊരാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നുണ്ടോ എന്ന സിറ്റുവേഷൻ നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക.